പിന്നെ ഒടുക്കത്തെ ചടിയായിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമ്പോൾ ആ പവറിലായിരിക്കും എന്നോട് സംസാരിക്കുന്നത്. ദൈവമേ ദൈവമേ കിട്ടലായിട്ട്. ഇതെന്താ അടുക്കളയിൽ നിന്ന് ഭയങ്കര പ്രാർത്ഥന? നീ എത്ര വലിയ നിലയിലൊക്കെ എത്തിയാലും എത്ര വലിയ സ്ഥാനത്തും പൊസിഷനിലൊക്കെ എത്തിയാലും ഒരു നിമിഷം പോരെ അതൊക്കെ പോകാനായിട്ട്. എന്തായാലും എപ്പോഴാണെങ്കിലും നമ്മളെല്ലാരും മരിച്ചു പോകാനുള്ളവരല്ലേ. അഹങ്കാരമൊന്നും മനുഷ്യർക്ക് വരല്ലേ. ഭൂമിയിലേക്ക് ഇറങ്ങി കാലിൽ ചവിട്ടി നടക്കും. എന്റെ പൊന്നു മോളെ, ഇങ്ങനെയാണെങ്കിലുണ്ടല്ലോ നീ ചെയ്യുന്ന ഫോൺ, ഈ കത്തിക്കുന്ന സ്റ്റൗ, ഈ കാണുന്ന ബൾബ്, ഇതെന്തെങ്കിലും ഉണ്ടാവുമോ മനുഷ്യനെ ഇങ്ങനെ എന്താണെങ്കിലും മരിച്ചു പോകുമെന്ന് വിചാരിച്ചിരുന്ന ഇത് ആരെങ്കിലും കണ്ടുപിടിക്കോ? അപ്പൊ അവർക്ക് കുറച്ച് അഹങ്കാരം ഉണ്ടാവും. എനിക്കിപ്പോ റിയാലിറ്റി ഷോയിൽ പോകണം. ഇനി എന്റെ വല്ല കാലൊടിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ മരിച്ചു കിടന്നാലും മൊബൈലും ഇതൊക്കെ പോലെയാണ് റിയാലിറ്റി ഷോ. അങ്ങനെ ഞാൻ വെറുതെ അങ്ങോട്ട് പോയിട്ട് റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തിട്ട് വരാനുള്ളതല്ല. ഞാൻ അതിനകത്ത് പോകും, അതിനകത്ത് എനിക്ക് സെലക്ഷൻ കിട്ടും, അതിനകത്തുള്ള 50 ലക്ഷവും സ്വർണവും എനിക്ക് തന്നെ അടിക്കും. ഞാൻ ഒരു രാജകുമാരിനെ പോലെ ഇവിടെ അതെല്ലാം പൊട്ടിനി ഒന്നും കിട്ടിയില്ലെങ്കിൽ ഞാൻ ഫേമസ് ആകും. അതെ, ഈ ഓഡീഷനിൽ ഏത് അണ്ടനും അടകോടനും പങ്കെടുക്കാം. സെലക്ഷൻ കിട്ടി ഫസ്റ്റ് റൗണ്ടിലൊക്കെ വന്നാൽ മാത്രമേ ടിവിയിൽ മുഖം കാണിക്കാൻ പറ്റത്തുള്ളൂ. ഭൂമിയിലേക്ക് ഇറങ്ങുക ആദ്യം. അതാണ് ഞാൻ പറഞ്ഞത്. എന്റെ ഭഗവാനെ, അഹങ്കാരം ഒന്നും വരുത്തല്ലേ. മനുഷ്യർക്ക് 2 കാലിൽ ചവിട്ടി ഭൂമിയിൽ നിൽക്കാൻ പറ്റണേ. എടി ലില്ലി, നീ നോക്കിയിരുന്നോടി. ഞാൻ ഇന്ന് വരുമ്പോ ഞാൻ റിയാലിറ്റി ഷോയിൽ കേറിയിട്ടേ വരൂ. ശരി, ഞാനിവിടെ ഞെട്ടാ റെഡി ആയിട്ട് നിന്നോളാം. ഇവിടെ ഉണ്ടാവണം. ഉണ്ടാവും.